we can discuss the question. Determine the Z transform and ROC of x of n equal to a raised to n u of n. ROC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ ഓഫ് കൺവേർജൻസ്. ഫസ്റ്റ് Z ട്രാൻസ്ഫോമിൻ്റെ ബേസിക് ഇക്വേഷൻ എന്താണ്? എക്സ് ഓഫ് Z ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n Z റേസ് ടു മൈനസ് n. അതിൽ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എക്സ് ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ റേസ് ടു എൻ യു ഓഫ് എൻ. സോ സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ യു ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ ഇവിടെ യു ഓഫ് എൻ വന്നിട്ടുണ്ട്. യു ഓഫ് എൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലെസ് ദാൻ 0 വാല്യൂസ് മുഴുവൻ 0 ആയിപ്പോവും. സോ ദ ലിമിറ്റ് വിൽ ബി ചേഞ്ചിങ് ഫ്രം 0 ടു ഇൻഫിനിറ്റി. അതായത് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആയിരുന്നു. അത് യു ഓഫ് എൻ ഉള്ളതുകൊണ്ട് യു ഓഫ് എൻ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സമ്മേഷൻ്റെ ലിമിറ്റ്സ് 0 ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റും. സോ ദ ഇക്വേഷൻ ബിക്കംസ് 0 ടു ഇൻഫിനിറ്റി എ റേസ് ടു എൻ സെഡ് റേസ് ടു മൈനസ് എൻ. ഇനി ഇതിന് എ സെഡ് റേസ് ടു മൈനസ് 1 കോമൺ ആയി എടുത്തിട്ട് എ സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു എൻ എന്നെഴുതാം. ഓക്കെ, എന്നിട്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടേം 1 ആയിരിക്കും. ദെൻ 1 പ്ലസ് എ സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് എ സെഡ് റേസ് ടു മൈനസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സെഡ് റേസ് ടു മൈനസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇതൊരു ജിയോമെട്രിക് റേഷ്യോ ആണ്. നമുക്കറിയാം 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്നുള്ളൊരു ജിയോമെട്രിക് സീരീസ് ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1/1 മൈനസ് എക്സ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഇക്വേഷൻ്റെ എഴുതാൻ പറ്റും. 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്നുള്ള ഒരു രീതിക്ക് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി 1/1 മൈനസ് എക്സ്. അതായത് 1/1 മൈനസ് എക്സ് എന്ന് പറയുന്നത് എ സെഡ് റേസ് ടു മൈനസ് 1. ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, എക്സ് ഷുഡ് ബി ലെസ് ദാൻ 1 അല്ലേ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ എക്സ് എ സെഡ് റേസ് ടു മൈനസ് 1 ലെസ് ദാൻ 1. എ സെഡ് റേസ് ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബൈ സെഡ്. ദാറ്റ് ഷുഡ് ബി ലെസ് ദാൻ 1 ഓർ എ ലെസ് ദാൻ സെഡ് ഓർ സെഡ് ഗ്രേറ്റർ ദാൻ എ. അതാണ് റീജിയൻ ഓഫ് കൺവേർജൻസ്. ഇനി ആർ ഒ സി കിട്ടിക്കഴിഞ്ഞാൽ അതിനെ പ്ലോട്ട് ചെയ്യണം. സെഡ് പ്ലെയിനിലാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. എക്സ് ആക്സിസിൽ റിയൽ പാർട്ട് ഓഫ് സെഡും വൈ ആക്സിസിൽ ഇമാജിനറി പാർട്ട് ഓഫ് സെഡും. അപ്പോൾ മോഡ് സെഡ് ഗ്രേറ്റർ ദാൻ എ ആണല്ലോ ആർ ഒ സി. അതിനെ ഒരു സർക്കിളാക്കിയിട്ട് വരക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ പുറത്തുള്ളത് ഷെയ്ഡ് ചെയ്യുക. അതാണ് region of convergence. That is, the Z transform exists only within the ROC. That is, outside of the circle of radius A. Okay, thank you.